Friends, welcome back to our channel Wealthy Life. Foreign institutional investor ലാസ്റ്റ് ക്വാർട്ടർ, അതായത് 2020 ഡിസംബർ ക്വാർട്ടർ മുതൽ 2021 മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിലേക്കുള്ള ഫണ്ട് ഫ്ലോ ഡയറക്റ്റ്ലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി ഈ സ്റ്റോക്കിൽ നല്ല ഒരു പ്രൈസ് ഹൈക്ക് മൊമെൻറ്റം നമ്മൾക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീസെൻ്റ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത ടെക്നോളജി സെക്ടറിലെ ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണ് അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഒരു സ്മാൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ സ്റ്റോക്ക് ഗ്രോ ചെയ്ത് മിഡ് ക്യാപ് സെക്ടറിലേക്ക് എത്തി. സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 5400 രൂപ റേഞ്ചിലാണ് സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. 2020 ഡിസംബർ ക്വാർട്ടർ എൻഡിൽ ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 14.9%. അത് 2021 മാർച്ച് മാസം 17.3% ഉയർന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ ഡിഫറൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 43% ഉയർത്തിയിട്ടുണ്ട്. അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഏകദേശം 4863 രൂപ സ്റ്റോക്കിൻ്റെ 1 ഇയർ ലോ പ്രൈസും അതുപോലെ തന്നെ അപ്പർ പ്രൈസ് നോക്കുകയാണെങ്കിൽ 5944 രൂപ അല്ലെങ്കിൽ 6000 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് പ്രൈസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോൾ 5400 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 47% ഡെലിവറിയാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ 13,779 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണ് അഫിൾ ഇന്ത്യ. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കമ്പനിയുടെ ഹൈ വാല്യൂഷൻ തന്നെയാണ്. അതായത് ടെക്നോളജി സെക്ടറിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 28ഉം അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 154%, 154 PE-യുമാണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ കമ്പനി വളരെ നെഗ്ലിജിബിൾ ഡിവിഡൻഡ് തരുന്ന കമ്പനിയാണ്. അതായത് കമ്പനി ടോട്ടലി ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനിയാണ്. ഡെലിവറി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ആവറേജ് ഡെലിവറി പെർസെൻറ്റേജ് 46% നമ്മൾക്ക് 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്കിലെ റീസെൻറ്റ് സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 62.6% പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങും 17.28% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങും 6.94% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിങ്ങും 13.19% പബ്ലിക് ഹോൾഡിങ്ങുമാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ഡിക്രീസ് ആയി വരുന്നത് കാണാം. പ്രത്യേകിച്ചും 2020 ഡിസംബറിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 63.8% അവിടെ നിന്നും സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ട്രിം ചെയ്ത് 62.6% മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നമ്മൾക്ക് ഡിക്ലൈൻ ആയി വരുന്നത് കാണാം. 2020 സെപ്റ്റംബർ മാസത്തിൽ 10.33% അവിടെ നിന്നും 2020 ഡിസംബർ മാസമായപ്പോൾ അത് 8.49% മാറുകയും അതുപോലെ തന്നെ 2021 മാർച്ച് മാസമായപ്പോൾ അത് 6.94% മാറുകയും ചെയ്തു. പക്ഷേ ഇതിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻക്രിമെൻ്റ് ആണ് നമ്മൾക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 2020 സെപ്റ്റംബറിൽ അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് വെറും 8.37% അത് 2020 ഡിസംബർ മാസമായപ്പോൾ 14.85% മാറുകയും 2021 മാർച്ച് മാസമായപ്പോൾ അത് ഉയർന്ന് 17.28% മാറുകയും ചെയ്തു. അതായത് 2020 സെപ്റ്റംബറിലെയും 2021 മാർച്ച് മാസത്തിലെയും കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൻ്റെ നമ്മൾ പെർഫോമൻസ് അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 1 മന്തിൽ ഏകദേശം 9.26% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. ഈ 9.26% നെഗറ്റീവ് റിട്ടേൺ തരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 6000 എന്ന റേഞ്ചിൽ എത്തിയതിനു ശേഷം സ്റ്റോക്ക് അതിൻ്റെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്തതാണ്. സ്റ്റോക്കിൻ്റെ ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ചെയ്ത് ഏകദേശം 1 വർഷത്തിൽ 2 വർഷം തികയ്ക്കാത്ത കമ്പനിയായ അഫിൾ ഇന്ത്യയുടെ 1 ഇയറിലെ റിട്ടേൺ 312% റിട്ടേൺ ആണ് തന്നത്. അതായത് ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ സെൻസെക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ സെൻസെക്സ് 1 ഇയറിൽ 59% റിട്ടേൺ ആണ് തന്നത്. 6 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 102% റിട്ടേൺ ആണ് തന്നത്.
ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീസെൻ്റ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച NBFC സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ആവാസ് ഫിനാൻസിയേഴ്സ്. ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ 940 രൂപയും 52 വീക്ക് ഹൈ 2674 രൂപയുമാണ്. ഈ സ്റ്റോക്ക് ഇപ്പോൾ 2300 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇനി ഈ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 30% ഡെലിവറിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് 18,182 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള മിഡ് ക്യാപ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ കണ്ടതുപോലെ തന്നെ ഈ സ്റ്റോക്കിലും വളരെ ഹൈ PE ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറിൻ്റെ PE 20.89%, സ്റ്റോക്കിൻ്റെ PE 69.61 ഇതും ഒരു നിൽ ഡിവിഡൻഡ് നൽകുന്ന ഹൈ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്കിൻ്റെ ആവറേജ് ഡെലിവറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1 മന്തിലെ ആവറേജ് ഡെലിവറി 73%, ലാസ്റ്റ് വീക്കിലെ ആവറേജ് ഡെലിവറി 81%, ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നമ്മൾക്ക് 77%ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 50.08%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 31.86%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.5%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 9.56%. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് ഒരുവിധം സ്റ്റാഗ്നൻ്റ് ആണെന്ന് പറയാം. അതായത് 2020 ജൂൺ മാസത്തിൽ 53.46% പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ്. അത് 2020 ഡിസംബർ ആയപ്പോൾ 50.15%, 2021 മാർച്ച് മാസത്തിൽ 50.08% മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഗ്രാജുവലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യുകയാണ്. 2020 മാർച്ച് മാസത്തിൽ ഈ കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 23.64% അത് ഒരു വർഷത്തിന് ശേഷം 31.86% മാറിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 2020 മാർച്ച് മാസത്തിൽ 13.47% അത് ഡിക്ലൈൻ ചെയ്ത് 8.5% മാറിയിട്ടുണ്ട്. അതായത് എല്ലാ ക്വാർട്ടറിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചുകൊണ്ടുവരികയാണ്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസിലേക്ക് കടക്കാം. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 2 വർഷത്തിൽ 102% റിട്ടേൺ ആണ് തന്നത്. സെൻസെക്സ് 24% റിട്ടേൺ ആണ് തന്നത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 84% റിട്ടേൺ, സെൻസെക്സ് 59% റിട്ടേൺ ആണ് തന്നത്. 6 മന്തിൽ ഈ സ്റ്റോക്ക് 57% റിട്ടേൺ ആണ് തന്നത്. ഇനി സ്റ്റോക്കിനെ അതിൻ്റെ പിയർ ഗ്രൂപ്പുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഹൗസിംഗ് സെക്ടറിലുള്ള പിയർ ഗ്രൂപ്പുമായി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ PE വളരെ ഉയർന്നതായിട്ട് കാണാം. അതായത് HDFCയേക്കാൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫിനാൻസിനേക്കാൾ ഉയർന്ന PE ആണ് ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്കിനുള്ളത്. അതോടൊപ്പം തന്നെ PB റേഷ്യോ നോക്കുകയാണെങ്കിൽ PB റേഷ്യോയും അല്പം മിഡ് കാറ്റഗറിയിലുള്ള PB റേഷ്യോ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലുള്ള കമ്പനി ആയതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കമ്പനികളും അവരുടെ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബിസിനസ് മോഡലിൻ്റെ തന്നെ ഭാഗമാണ്. എന്നിരുന്നാലും കൺസിഡറബിളി നമ്മൾ LICയെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫിനാൻസിനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ ഡെപ്റ്റാണ് നമ്മൾക്ക് ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കും ഇപ്പോൾ അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും അതുപോലെ തന്നെ 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും ഇടയിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീസെൻ്റ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച കെമിക്കൽ ആൻഡ് ഫാർമ സെക്ടറിലെ ഒരു കമ്പനിയാണ് GMM ഫോൾഡർ എന്ന കമ്പനി. GMM ഫോൾഡർ എന്ന കമ്പനിയിൽ 2020 ഡിസംബർ മാസത്തിൽ FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.6% അത് 2021 മാർച്ച് മാസമായപ്പോൾ 7% ഉയർത്തിയിട്ടുണ്ട്. അതായത് FISലെ സ്റ്റേക്ക് ഡിഫറൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 8% സ്റ്റേക്ക് ഡിഫറൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. GMM ഫോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, GMM ഫോൾഡർ എന്ന ഫോൾഡർ ഗ്രൂപ്പിൻ്റെ ഇന്ത്യൻ സബ്സിഡറി കമ്പനി അതിൻ്റെ പേരൻറ്റ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്ത കമ്പനിയായി മാറിയിട്ടുണ്ട്. അതായത് ഫോൾഡർ എന്ന പേരൻറ്റ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയായി GMM ഫോൾഡർ വളർന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു ഫാക്റ്റാണ്. ഇനി കമ്പനിയുടെ 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ 2701 രൂപയാണ് കമ്പനിയുടെ 52 വീക്ക് ലോ. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 6900 രൂപയാണ് കമ്പനിയുടെ 52 വീക്ക് ഹൈ. ഇനി സ്റ്റോക്ക് ഇപ്പോൾ 4000 രൂപ അല്ലെങ്കിൽ 4000 രൂപ എന്ന സപ്പോർട്ട് പ്രൈസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 5875 കോടി
രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ PE പരിശോധിക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ PE 17ഉം സ്റ്റോക്കിൻ്റെ PE 72.42%. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ വളരെ കൺസിഡറബിൾ അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ് GMM ഫോൾഡർ. GMM ഫോൾഡറിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് റീസെൻ്റ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് OFS വഴി ഡിക്ലൈൻ ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾക്ക് സ്റ്റോക്കിൽ വളരെ വലിയൊരു ക്രാഷും കാണാൻ സാധിച്ചു. അതിനുശേഷം പ്രൊമോട്ടേഴ്സ് അവരുടെ പേരൻറ്റ് കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇതിൽ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 54.95%. കൂടാതെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.47%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.97%, പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ 29.62%. അതുപോലെ തന്നെ ഈ വിവിധ സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേണുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് റീസെൻ്റ്ലി അതായത് 2020 ജൂൺ മാസത്തിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 75%-ൽ നിന്നും 54.95%-ലേക്ക് കുറച്ചിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏകദേശം 8.1%-ൽ നിന്നും പ്രീവിയസ് ക്വാർട്ടറിൽ 8.1% ആയിരുന്നു, അവിടെ നിന്നും 8.47%-ആക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും 2020 മാർച്ച് മാസത്തിൽ 0.27% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും 2021 മാർച്ച് മാസമായപ്പോൾ 6.97%-ലേക്ക് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അവിടെയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗിലും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു വർധനവ് കാണാൻ സാധിക്കും. 2020 മാർച്ച് മാസത്തിൽ 22% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു, അവിടെ നിന്നും അത് 29.62%-ലേക്ക് മാറിയിട്ടുണ്ട്. റിട്ടേണിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 1 ഇയറിൽ 30% റിട്ടേൺ ആണ് തന്നത്. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും 10 ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 3800% റിട്ടേണും, അതുപോലെ തന്നെ 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 1363% റിട്ടേണും, 3 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 500% റിട്ടേണുമാണ് തന്നത്. സ്റ്റോക്കിൽ OFSനോടനുബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് 1 ഇയർ റിട്ടേൺ ഇപ്പം കുറവായിട്ട് കാണാൻ സാധിക്കുന്നത്. 6 മന്ത് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 10% റിട്ടേണും, ലാസ്റ്റ് 3 മന്തിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 7%-ഓളം ഹൈക്കും നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇനി സ്റ്റോക്കിനെ അതിൻ്റെ പിയർ ഗ്രൂപ്പ് കമ്പാരിസണുമായി നടത്തുകയാണെങ്കിൽ അതായത് ഹൈ ഗ്രോത്ത് കമ്പനി ആയതുകൊണ്ട് നമ്മൾക്ക് PE റേഷ്യോയും PB റേഷ്യോയും അതുപോലെ തന്നെ ROEയും എല്ലാം ഉയർന്ന രീതിയിലുള്ളൊരു ROE ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ 4000 എന്ന് പറയുന്ന റേഞ്ചിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.